അങ്ങനെ ആക്ഷൻ ക്യാമറയിലും നമുക്ക് AI അസിസ്റ്റൻസ് വരുവാണ് കേട്ടോ. അതായത് പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇനി ഇല്ലാതാവുകയാണ്. ആക്ഷൻ ക്യാമറയിൽ സാധാരണ നമുക്ക് ഒരു വോയിസ് AI അസിസ്റ്റൻസ് ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ഗോ അൾട്ര ആദ്യമായിട്ട് നമുക്കത് കൊണ്ടുവരുവാണ്. ബേസിക്കലി നമ്മുടെ മെറ്റ ഗ്ലാസ് ചെയ്യുന്ന പോലെ തന്നെ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തും ഇനിയും ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും ഈ സാധനം. അതുപോലെ തന്നെ ലൈവ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. ഇതിൽ മലയാളം നമ്മളോട് പറയുന്നത് ആയിട്ടില്ല. 6 ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ അതിൽ ചൈനീസ് വരുന്നുണ്ട്, ഇന്തോനേഷ്യ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാളം ആയിട്ടില്ല. Can you tell me a bit about Malayalam language? One moment, please. Malayalam is a Dravidian language spoken mainly in the state of Kerala in India. It's known for its unique script and has a rich literary tradition. Is there anything specific you'd like to know? Can you explain a bit more about Kerala? One moment, please. Kerala is a state in southwest India, known for its beautiful beaches, lush backwaters, and mountain ranges. It's also a center for Ayurvedic medicine. Is there anything specific you're curious about? അപ്പം അതൊക്കെയാണ് ഗോൾഡയുടെ പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ AI സംഭവം ആക്ഷൻ ക്യാമറയിൽ വേണമായിരുന്നോ അതോ വേണ്ടായിരുന്നോ? ഈ ഗോൾഡയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഓവർ ഹീറ്റ് ഇഷ്യൂ ഉള്ള ഒരു ക്യാമറയാണ് കേട്ടോ. ആക്ഷൻ ക്യാമറയാണ്. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഇനി AI കൂടി വരുമ്പോഴത്തേക്ക് ഇവർ ബാറ്ററി അല്ലെങ്കിൽ ഈ ഹീറ്റിംഗ് ഇഷ്യൂ ശരിയാക്കാതെ ഈ AI കൊണ്ടുവന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം നമ്മളിത് ഒരു 10 to 15 മിനിറ്റ്സ് സ്ട്രെയിറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഹീറ്റാവും. ഇപ്പം തന്നെ ഞാൻ ഈ AI അസിസ്റ്റൻസ് ചോദിച്ചപ്പോൾ തന്നെ ഇത് ഇച്ചിരി ചൂടായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.